അതിനിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾക്കാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായം ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ നമ്മുടെ പ്രിയപ്പെട്ട സന്യസ്തർക്ക് നേരെയുണ്ടായ അതിക്രമം, അവരെ ജയിലിലടയ്ക്കുന്ന സാഹചര്യം, പിന്നീട് അവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം, അതിനെ തുടർന്ന് കേരളത്തിൻ്റെ വിവിധ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, പ്രസ്താവനകൾ, അതെല്ലാം ക്രൈസ്തവ സമുദായം സൂക്ഷ്മമായി തന്നെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഛത്തീസ്ഗഡ് സംഭവത്തിൽ അതിരൂക്ഷമായി തന്നെയാണ് കേരളത്തിലെ അഭിമന്യ പിതാക്കന്മാർ ഇതിൻ്റെ പിന്നിൽ വേട്ടക്കാരായി പ്രവർത്തിച്ച തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്, അത്തരം സംഭവങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത്. എന്നാൽ സന്യസ്തർക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയ കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്ന ഒരു പ്രസ്താവന മാധ്യമങ്ങളിലൂടെയൊക്കെ വരികയുണ്ടായി. ഓർക്കുക, അദ്ദേഹം ആ പ്രസ്താവന പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായിട്ട് തന്നെ തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചതാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ, അതായത് ജാമ്യം ലഭിക്കുവാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കേരളം ഭരിക്കുന്ന CPM പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, അവരുടെ യുവജന സംഘടനയായ DYFI പോലുള്ള സംഘടനകൾ അഭിമന്യ പാമ്പ്ളാനി പിതാവിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. പിതാവ് അവസരവാദിയാണ്, അല്ലെങ്കിൽ നിയമമുള്ളവരുടെ ഒരു ഗതിയാണ് പിതാവിനെ കാത്തിരിക്കുന്നത് എന്ന അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ പ്രശ്നം? ഇവർ ആഗ്രഹിക്കുന്ന പോലെ മാത്രമേ പ്രസ്താവനകൾ നടത്താൻ പാടുള്ളൂ എന്ന തിട്ടൂരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഇവരുടെ ലക്ഷ്യം അഭിമന്യ പാമ്പ്ളാനി പിതാവ് മാത്രമായിരുന്നു? ഈ വിഷയങ്ങൾക്ക് ശക്തവും വ്യക്തവുമായിട്ടുള്ള ഉത്തരങ്ങളും മറുപടികളുമായി, നിരീക്ഷണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ താമരശ്ശേരി രൂപത ഡയറക്ടർ ഫാദർ സബിൻ തുമ്മുലിലാണ്. അച്ഛാ, സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ് അച്ഛാ, ഈ ഒരു വിഷയം ഇവർ ഉന്നം വയ്ക്കുന്നത് അഭിമന്യ പാമ്പ്ളാനി പിതാവിനെ മാത്രമാണ്. അതായത് അവസരവാദിയാണ്, ഒപ്പം തന്നെ DYFI കുറെ കൂടി കടന്ന ഭാഷയിലാണ് പിതാവിനെ വിമർശിക്കുന്നത്. പിതാവ് ചെയ്ത തെറ്റ്, ഇവരുടെ കണ്ണിലൂടെ പിതാവ് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നന്ദി പറഞ്ഞു എന്ന ഒരു പാതകമാണ് പിതാവ് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇവരുടെ ലക്ഷ്യം അഭിമന്യ പാമ്പ്ളാനി പിതാവ് മാത്രമാണോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണോ? അഭിമന്യ പാമ്പ്ളാനി പിതാവിനെ അതിരൂക്ഷമായിട്ടാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചിരിക്കുന്നത്. എന്താണ് വിമർശനം? അദ്ദേഹം അവസരവാദിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് MV ഗോവിന്ദൻ പാമ്പ്ളാനി പിതാവിനെ കുറിച്ച് മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം പാമ്പ്ളാനി പിതാവിനെ ഇപ്പോൾ ഇത് ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഈ MV ഗോവിന്ദന്റെ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. അത് പാർട്ടിയുടെ ലക്ഷ്യമാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ MV ഗോവിന്ദന്റെ ഗൂഢ ലക്ഷ്യം എന്ന് പറയുന്നത് നിരന്തരം മലബാറിന്റെ മേഖലയിൽ, മലബാറിലെ ഒരു അതിശക്തനായിട്ടുള്ള ഒരു ആത്മീയ സാമൂഹിക നേതാവാണ് പാമ്പ്ളാനി പിതാവ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ വിഷയങ്ങളിൽ മലയോര ക്രൈസ്തവർ മാത്രമല്ല, മലയോര ജനത ഒന്നാകെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഭരണപക്ഷത്തെ നിരന്തരമായിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു പിതാവാണ് ഈ അഭിമന്യ പാമ്പ്ളാനി പിതാവ്. പാമ്പ്ളാനി പിതാവിന്റെ മുൻകാലങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പാമ്പ്ളാനി പിതാവ് എന്നും മുഖം നോക്കാതെ ഇടതുപക്ഷത്തിന്റെ തോന്നിവാസങ്ങളെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. താമരശ്ശേരിയിൽ അഭിമന്യ ചിറ്റിലപ്പള്ളി പിതാവിനെ നികൃഷ്ടജീവി പ്രയോഗം നടത്തിയപ്പോൾ അന്ന് അതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഷയിൽ ഒരു വൈദികനായിട്ട് നിന്നുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ് പാമ്പ്ളാനി പിതാവ്. പിന്നീട് അതിനുശേഷം സഭയിലെ രക്തസാക്ഷികളെ പാർട്ടി കോൺഗ്രസുകളിലെ രക്തസാക്ഷികളോട് എണ്ണപ്പെടുത്തിക്കൊണ്ട് സഭയുടെ രക്തസാക്ഷിത്വത്തെ വികലമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കാലഘട്ടത്തിലും അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഈ പാർട്ടിയുടെ തോന്നിവാസ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് പാമ്പ്ളാനി പിതാവ്. അപ്പോൾ അതുകൊണ്ട് ദീർഘകാലമായി പാമ്പ്ളാനി പിതാവിനെ ഈ രാഷ്ട്രീയ സംവിധാനം ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ഇടയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇടതുപക്ഷത്തിൽ അധികായനായിട്ട് മാറിയപ്പോൾ അദ്ദേഹം
എന്ത് ചെയ്തു? ഈ ഒരു പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്ന് മാറി സമുദായങ്ങളോട് അല്പവും കൂടി ഒരു അടുപ്പമുള്ള ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ സമുദായങ്ങളോടും വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു സമീപനം പുലർത്തുന്ന ഒരു പാർട്ടി സംവിധാനത്തെയാണ് നമ്മൾ ഇത്ര കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ജോർജ്, ഞാൻ സംശയിക്കുകയാണ്, ഈ MV ഗോവിന്ദന് ഇനി അങ്ങോട്ട് പാർട്ടിയുടെ എല്ലാ അധികാരവും കൈയാളാം എന്നുള്ള ഒരു വ്യാമോഹം ഉള്ളതുകൊണ്ട് പിണറായി വിജയന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തി ഇനി അങ്ങോട്ടേക്ക് MV ഗോവിന്ദന്റെ കാലമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇദ്ദേഹം ബോധപൂർവം നടത്തുകയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്നറിയോ? കാരണം ഈ പാർട്ടിയുടെ പരമ്പരാഗത ശൈലിയായിട്ടുള്ള എല്ലാ മതസമൂഹങ്ങളെയും സമുദായങ്ങളെയും നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു രീതി സൃഷ്ടിക്കുന്ന സ്ഥിതിവിശേഷം ഈ അടുത്ത കാലങ്ങളിലായിട്ട് പാർട്ടിയുടെ ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി സർവമത പ്രാർത്ഥന വിദ്യാലയങ്ങളിൽ കൊണ്ടുവരാം എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. എന്താണ് അതിന് കാരണം? സർവമത പ്രാർത്ഥനകൾ കൊണ്ടുവരുമ്പോൾ അടിമ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരുണ്ടല്ലോ, ഒരു അന്ധമായിട്ട് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് കേൾക്കാൻ വലിയ സന്തോഷമാണ്. കാരണം ഇതാ പാർട്ടി അതിന്റെ പഴയ രീതിയിലേക്ക് പോകുന്നു, മതപ്രീണനങ്ങൾ അവസാനിപ്പിക്കുന്നു, സർവമത പ്രാർത്ഥന കൊണ്ടുവന്നുകൊണ്ട് മതത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വിമുക്തമാക്കാൻ ശ്രമിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യം. ഞാൻ ഇനിയും വരുമ്പോൾ ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ അതിരൂക്ഷമായി ഈ മുസ്ലിം സമുദായത്തിലെ ആത്മീയ നേതൃത്വങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കൾ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇപ്പോൾ കത്തോലിക്ക സഭയിലെ അഭിമന്യ പിതാക്കന്മാരെ അതിരൂക്ഷമായിട്ട് വിമർശിക്കാൻ തുടങ്ങുന്നു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, ഒരു വശത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അത് ഇടക്കാലങ്ങൾ കൊണ്ട് മതങ്ങളോട് പുലർത്തിയിരുന്ന ഒരു മൃദു സമീപനത്തിൽ നിന്ന് മാറി അതിന്റെ അതിരൂക്ഷമായിട്ടുള്ള മതനീരാസത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഈ അടിമ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ആരും അകന്നു പോകണ്ട, നിങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ചു വരൂ, കാരണം ഞങ്ങൾ കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ മുഖത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയാനുള്ള ഒരു പരിശ്രമം ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? കേരളത്തിൽ ഒരു സമുദായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ ഒരു ആശങ്ക എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇടത് വലത് രാഷ്ട്രീയ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അവസരവാദ രാഷ്ട്രീയം കൈക്കൊണ്ടിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കഴിഞ്ഞ തവണ ഒക്കെയുള്ള ഇലക്ഷനുകളിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇലക്ഷൻ അടുക്കുമ്പോൾ ചില സമുദായങ്ങൾക്ക് എതിരെ പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ ചില സമുദായങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് പറയാവുന്നത്, കഴിഞ്ഞ 12 വർഷത്തിനുപരിയായി 2009 കേരളത്തിൽ ന്യൂനപക്ഷ വകുപ്പ് എന്ന ഒരു വകുപ്പ് ഉണ്ടാകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഈ കഴിഞ്ഞ കാലം വരെയും ന്യൂനപക്ഷ വകുപ്പ് ഒരേ ഒരു സമുദായത്തിന്റെ മന്ത്രിമാർ മാത്രമാണ് ഭരിച്ചിരുന്നത്. സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാരായിരുന്നു ഭരിച്ചിരുന്നത് എന്ന് ക്രൈസ്തവ യുവജന സംഘടന ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞപ്പോൾ അന്ന് അധികാരത്തിൽ കയറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്രൈസ്തവരുടെ വോട്ട് ഒരു നിർണായക ഘടകമായിട്ട് തീർന്നിരുന്നു എന്ന് കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്ന ആദ്യത്തെ പകുതി വരെ, ഒരു 2.5 വർഷക്കാലം വരെ മുസ്ലിം അല്ലാത്ത സമുദായത്തിൽ നിന്നല്ലാത്ത ഒരു മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് 2.5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു മന്ത്രിക്ക് ആ വകുപ്പ് തീരെഴുതി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യം ക്രൈസ്തവരോട് ചേർന്ന് നിൽക്കേണ്ടതാണെന്ന് കണ്ടപ്പോൾ പാർട്ടി അത്തരത്തിലൊരു തീരുമാനം, യുവജന സംഘടനകളുടെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും, ക്രൈസ്തവ യുവജന സംഘടനകളുടെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും പിന്നീട് മറ്റു ചില പ്രീണനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്നത്,
ഇത് അവസരവാദത്തിന്റെ അതിശക്തമായിട്ടുള്ള തെളിവുകളാണ് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോ ലെങ്ത് കൂടിപ്പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിവരമുള്ളവർക്ക് ഇതൊക്കെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് ഇതിനകത്ത് രണ്ടാമതൊരു ഘടകം എന്താണെന്നറിയോ? അപ്പോ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മുസ്ലിം സമുദായത്തിലെ ആത്മീയ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയപ്പോൾ അത് ഒരു പക്ഷേ മുസ്ലിം സമുദായത്തിന് കൂടുതൽ എതിർപ്പ് മുസ്ലിം സമുദായത്തിൽ നിന്ന് രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന പാർട്ടി സംവിധാനം എന്ത് ചെയ്യുന്നു? ഞങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ മാത്രമല്ല പറയുന്നത്, ഞങ്ങൾ ക്രൈസ്തവ സമുദായത്തിലെ ആത്മീയ നേതാക്കൾക്കെതിരെയും അഭിമന്യ പിതാക്കന്മാർക്കെതിരെയും പറയാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അവസരവാദ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതിശക്തമായി സമുദായത്തിന് വേണ്ടി, ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി നിരന്തരമായി വാദിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ അവരെ ഇങ്ങനെ നിശബ്ദരാക്കാൻ, അവരെ ഭയപ്പെടുത്താൻ, അവരെ പൊതുസമൂഹത്തിന് മുൻപിൽ അവഹേളിക്കുന്നതിലൂടെ അവരെ ഭയപ്പെടുത്താമെന്നുള്ള ഒരു വിചാരം ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഈ ആളുകൾക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണിത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇദ്ദേഹം ഈ NGO ഓർഗനൈസേഷൻസിന്റെ ഒരു പരിപാടിക്കിടെയാണ് അഭിമന്യ പിതാവിന്റെ, പാമ്പ്ളാനി പിതാവിന്റെ പേരെടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പമ്പ്ളാനി അപ്പഞ്ഞുട്ടി. പമ്പ്ളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പ്ളാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാര് കെയ്ഫും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. NGO ഓർഗനൈസേഷന്റെ ഒരു സമ്മേളനത്തിൽ എന്തിനാണ് പാമ്പ്ളാനി പിതാവിന്റെ പേര് വലിച്ചെടുക്കുന്നത്? അവിടെ ആ വിഷയമായിട്ട് എന്താണ് ബന്ധമുള്ളത്? അപ്പൊ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ നിശബ്ദരാക്കുക. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ നടത്തുന്ന പ്രതികരണം സത്യം എന്താണെന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം അഭിമന്യ പാമ്പ്ളാനി പിതാവിന്റെ സത്യസന്ധതയെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നാളെ സഭയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന അഭിമന്യ പിതാക്കന്മാരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കലാണ്. അതുകൊണ്ടാണ് ഈ പ്രതികരണം ഞാൻ ഇവിടെ നടത്തുന്നത്. ഒരു 4 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബൈബിളൊക്കെ വായിച്ച് ഫേസ്ബുക്കിൽ ഒരു വചനമൊക്കെ എഴുതിയിട്ടിരുന്നു. ലൂക്കാസ് വിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിന്റെ പകുതിയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന്. ഇവരോട് ക്ഷമിക്കട്ടെ എന്നുകൂടി ഉണ്ട്. അത് ക്ഷമ താല്പര്യമില്ലാത്ത ആളുകളായതുകൊണ്ടായിരിക്കും ക്ഷമയുടെ കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. എന്തുതന്നെയാണെങ്കിലും ഇന്നിപ്പോ വി ശിവൻകുട്ടി വീണ്ടും അഭിമന്യ പാമ്പ്ളാനി പിതാവിനെ വീണ്ടും സംഖ്യവൽക്കരിച്ചുകൊണ്ട് കാവി പൂശുന്നതിന്റെ ലക്ഷ്യം വ്യക്തമാണെന്ന് പറഞ്ഞ് വീണ്ടും ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് തിരിച്ചിതേ മറുപടി തന്നെയാണ് എനിക്ക് വി ശിവൻകുട്ടി അവരുകളോടും പറയാനുള്ളത്. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അത് കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ ആണ് പാർട്ടി സംവിധാനങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അച്ഛാ, അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഇപ്പം അഭിമന്യ പാമ്പ്ളാനി പിതാവ് ഇപ്പോൾ കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിച്ചെങ്കിൽ ഈ ഒരു പൊല്ലാപ്പ് ഉണ്ടാവുകയില്ല. CPM-നെ അനുകൂലിച്ച് സംസാരിച്ചെങ്കിൽ ഈ ഒരു പൊല്ലാപ്പ് ഉണ്ടാവില്ല. നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് പൊതുവായിട്ട് തന്നെ പറയാൻ സാധിക്കും, ആരും തന്നെ ഒരു രാഷ്ട്രീയ അന്ധത ബാധിച്ചവരല്ല. എല്ലാവരും നിലപാടെടുക്കുന്നത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ്. ഒരു പാർട്ടിയോട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അടുപ്പമോ കൃത്യമായിട്ടുള്ള ഒരു അകൽച്ചയോ നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന അഭിമന്യ പിതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ
ഇപ്പോൾ ഈ വിഷയത്തിൽ പിതാവ് സ്വീകരിച്ച ഒരു നിലപാട് നമുക്കറിയാം. ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഛത്തീസ്ഗഡിലും കേന്ദ്രത്തിലും ഭരിക്കുന്നത് BJP സർക്കാരാണ്. അവരുമായിട്ട് BJP നേതാക്കൾ ചർച്ച നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇടപെടുന്നു. അപ്പോൾ ഇത് ഒരു നന്ദി പറച്ചിലാണ്. അതായത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊന്നു നന്ദി പറയുന്നു. BJPക്ക് നന്ദി പറയുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതായത് ഒരു പാർട്ടിയോട് ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പിതാവ് അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി സംഘിയായി, സംഘപരിവാർ അനുകൂല സംഘടനയായി, RSSന് കുഴലൂത്ത് നടത്തുന്ന വ്യക്തിയായി എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് അത്ര ഒരു നിഷ്കളങ്കമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും. ഓർക്കും ഒരു കാര്യം കൂടി വെച്ചാൽ അതിനകത്ത് CPM-നെ പിതാവ് വിമർശിച്ചിട്ടില്ല. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെ, ഈ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾക്ക് ഈ ഇടതുപക്ഷ ചായ്വ് വളരെ കൂടുതലായതുകൊണ്ട് അവരെന്നും ഈ സഭയെ പ്രതിരോധത്തിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്നറിയോ? അവരൊരു തലക്കെട്ടങ്ങ് എഴുതും. തലക്കെട്ട് എഴുതിയിട്ട് അവരൊരു വീഡിയോ ക്ലിപ്പ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവതാരകൻ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയും, അതിശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ആളുകൾ എല്ലാവരും ആ സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കും. യഥാർത്ഥത്തിൽ അഭിമന്യ പിതാവ് പറഞ്ഞത് എന്താണെന്നുള്ളത് ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമുക്കൊന്ന് കേൾക്കാമെന്ന് എനിക്ക് കേൾക്കാം, ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. യെസ്. ഒരു വികാരവുമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു, അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ മേല് അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യം. വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായി. കേന്ദ്ര ഗവൺമെന്റിനെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു, പ്രത്യേകിച്ച് അമിത് ഷായെ പേരെടുത്ത് നന്ദി പറയുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ തൊട്ട് തലേ ദിവസം അഭിമന്യ പിതാവ് ഈ കേന്ദ്ര ഗവൺമെന്റിനെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായെ വിമർശിച്ചിരുന്നു. അതിന്റെ വീഡിയോ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാവുന്നതാണ്. കേസിന്റെ ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത് ഷാ ഈ കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ ജാമ്യത്തെ ഹർജിയെ എതിർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് രാജ്യം മുഴുവനും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന കാര്യമാണ്. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യ ഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതവും സത്വരവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വീഡിയോയിൽ കേന്ദ്ര ഗവൺമെന്റിനെയും അമിത് ഷായും വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വിമർശനത്തിന്റെ ഫലമായി പിറ്റേ ദിവസം ഇവർക്ക് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും വിമർശിച്ച വ്യക്തികൾ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അവർക്ക് നന്ദി പറയുക എന്നുള്ളത് ഒരു മര്യാദയുടെ ലക്ഷണമല്ലേ? ഒരു മര്യാദ കാണിക്കണ്ടേ? ഈ അഭിമന്യ പിതാക്കന്മാർ മര്യാദയുള്ളവരായതുകൊണ്ട്, കോമൺ സെൻസ് ഉള്ളവരായതുകൊണ്ട്, കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ഇതൊരിക്കലും മനസ്സിലാകുകയില്ല. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം. അത് പൊതുസമൂഹം അറിയണം. പൊതുസമൂഹം വലിയ രീതിയിൽ അഭിമന്യ പിതാവിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നിൽക്കുന്നത്.
ഓക്കെ. ഇതിനോടനുബന്ധിച്ച് വെച്ചാൽ ഇപ്പം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ RSSന്റെ വിചാരധാരയിൽ അവരുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലക്ഷ്യത്തെയൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകളാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികളുടെ ഒരു രക്ഷകർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന തരത്തിൽ എന്നൊരു ആശയം ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര പൊളിറ്റിക്സിലെ ആ ഒരു ചരിത്രമായിക്കോട്ടെ, ഈ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ രക്ഷകരാണോ? നമുക്ക് ആ ഒരു പരാമർശത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? എം വി ഗോവിന്ദന് എനിക്ക് തോന്നുന്നത് പാർട്ടി ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബാലിശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, ഈ ലോകത്ത് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്, വംശഹത്യ നടത്തപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. അതിന് ചരിത്രത്തിൽ ഒത്തിരിയേറെ തെളിവുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളിൽ അഭിമന്യ പിതാക്കന്മാർ, വിശുദ്ധാത്മാക്കളായിട്ടുള്ള പിതാക്കന്മാർ വരെ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടത് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ അവർ ക്രൈസ്തവർക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഒന്ന്, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോയ മെക്സിക്കോയിലെ ആ വിശുദ്ധൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നതിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. രക്തസാക്ഷിയായി അദ്ദേഹം ഒന്ന് വിശുദ്ധനാണ് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത്. അതുപോലെ തന്നെ ഈ സ്റ്റാലിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അതിരൂക്ഷമായിട്ട് ക്രൈസ്തവരെ കൊല ചെയ്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പിന്നിലെ ആദർശം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് നിരീശ്വരവാദമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വർഗ സമരത്തിന്മേലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുന്നത്. വർഗം അത് പണമുള്ളവനും പണമില്ലാത്തവനും, മുതലാളിയും കീഴാളനും. അപ്പോ കത്തോലിക്ക സഭയെ എന്നും മുതലാളികളായിട്ട് മാത്രം കാണാനേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ശൈലിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും വിശ്വസിക്കുന്ന സമൂഹത്തിന് എതിര് നിൽക്കുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത്, ചരിത്രത്തിൽ എതിര് നിന്നിട്ടുള്ളത് അത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൊക്കെ പറഞ്ഞത്, ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് തല്ല് കിട്ടാത്തത് എന്നാണ്. എനിക്കത് കേട്ടപ്പോ ചിരിയാണ് വന്നത്. ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് തല്ല് കിട്ടാത്തതെന്ന്. ഇവിടെ കേരളത്തിൽ ക്രൈസ്തവർ ഇന്ത്യയിൽ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ളവരും അതുപോലെ രാഷ്ട്രീയത്തിൽ നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് നിൽക്കുന്നവരുമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ആശയപരമായിട്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ക്രൈസ്തവരെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഓർക്കണം, കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ആദ്യത്തെ സർക്കാരിന്റെ കാലത്ത് ഒരു ക്രൈസ്തവ നാമധാരിയായിരുന്ന അതിശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തെ ഉപയോഗിച്ചല്ലേ ഇവിടെ ക്രിസ്ത്യാനികളുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കണ്ടുകെട്ടാനുള്ള ശ്രമം ഈ സർക്കാർ നടത്തിയത്? എന്തുകൊണ്ടാണ് ഇവരുടെ വിമോചന സമരം ഉണ്ടായത്? ഈ കത്തോലിക്കരുടെ, ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ജോസഫ് മുണ്ടശ്ശേരി എന്ന വിദ്യാഭ്യാസ മന്ത്രിയിലൂടെ അതിവിദഗ്ധമായിട്ട് പിടിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ അതിനെതിരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇവിടെയുള്ള പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി, മറ്റു മതസ്ഥരുടെ സഹായത്തോടു കൂടി അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോയി. അത് വിമോചന സമരം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വിമോചന സമരം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കി എന്നുള്ളതാണ് ചരിത്രം. വീണ്ടും ഇവര് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, BJP ഗവൺമെന്റ് ഇവിടെ ക്രൈസ്തവരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ചർച്ച് ആക്ട് കൊണ്ടുവരുമെന്നാണ്. ചരിത്രം ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 2021 കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ 2021 എന്ന പേരിൽ നിയമസഭയിൽ ഒരു ബില്ല് പ്രപ്പോസ് ചെയ്തു. ചർച്ച് ആക്ട് ബില്ല്. ആരാ പ്രപ്പോസ് ചെയ്തത്? BJP-ക്കാരാണോ? കോൺഗ്രസ്സുകാരാണോ? അല്ല, കേരള സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ക്രിസ്ത്യാനികളെ അങ്ങോട്ട് സ്നേഹിച്ച് സംരക്ഷിച്ച് കൂടെ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യം കമ്മ്യൂണിസത്തിന് എന്നും
ക്രൈസ്തവർക്ക് എതിരാണെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. വീണ്ടും മൂന്നാമത്തേത്, ഇവർ സിസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ സംരക്ഷിക്കുകയാണ് അല്ലെ. അതെ അതെ ഒരു 2 വർഷം മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ലോബികളിൽ നിന്ന് ഒരു കക്ക് കളി എന്ന് പറയുന്ന പേരിൽ ഒരു നാടകം ഇവിടെ ഉണ്ടായി. ആ നാടകം എത്ര സ്റ്റേജുകളിലാണ് കളിച്ചത്? ആ നാടകത്തിന്റെ ഇതിവൃത്തം എന്തായിരുന്നു? നിർബന്ധത്തിന്റെ പേരിൽ മഠത്തിൽ ചേരേണ്ടി വരികയും മഠത്തിലെ കന്യാസ്ത്രീമാർ ഹോമോസെക്ഷൽസ് ആണ് എന്നതിന്റെ പേരിൽ മനസ്സ് മടുക്കുകയും ചെയ്യുന്ന ഒരു കന്യാസ്ത്രീയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പക്ഷക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നാടകങ്ങളിലൂടെ അവർക്ക് എന്താണ് കാണിച്ചു തരേണ്ടതെന്ന് അറിയുമോ? അതായത് ഇവിടുത്തെ സന്യാസിനികളെല്ലാം നിർബന്ധത്തിന്റെ പേരിൽ സന്യാസ മഠത്തിൽ ചേർന്നവരാണ് എന്നും ഈ സന്യസ്തരെല്ലാം ക്രൈസ്തവർ ഏറ്റവും വികലമെന്നും പാപമെന്നും കരുതുന്ന ഹോമോസെക്ഷൽ ടെൻഡൻസി ഉള്ളവരാണെന്നും അങ്ങനെ പാപം ചെയ്ത് ജീവിക്കുന്നവരാണെന്നും അവർ വരുത്തി തീർക്കുകയാണ്. അതിനകത്ത് വെച്ചാൽ ഈ നാടകം കണ്ട് അന്ന് ആസ്വദിച്ച് ചിരിക്കുന്ന അല്ലെ പുഞ്ചിരിക്കുന്ന എം വി ഗോവിന്ദന്റെ ദൃശ്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് മാധ്യമങ്ങളിലൂടെ വന്നതാണ്. അത് മാത്രമല്ല, അതിനെതിരെ ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടയ്ക്കകത്ത് പോയി പ്രതിഷേധം നടത്തിയ ഒരു വ്യക്തിയാണ് ഈ ഞാൻ. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, KCYM-ന്റെ നേതൃത്വത്തിൽ അഭിമന്യ പിതാക്കന്മാർ അതിരൂക്ഷമായിട്ടുള്ള സമരമുഖങ്ങൾ നടത്തിയിട്ടാണ് അവസാനം അവര് ഇത് പിൻവലിച്ചത്. അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് അടി കിട്ടാതിരിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കൊണ്ടാണെന്ന്. ഇനി വീണ്ടും അഭിമന്യ പിതാക്കന്മാർ അതിശക്തമായി റിക്വസ്റ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ JB കോശി കമ്മീഷൻ ഒരു റിപ്പോർട്ട് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരത്തിൽ കയറാൻ ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ക്രിസ്ത്യാനികളുടെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കമ്മീഷൻ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1.5 വർഷക്കാലം കഴിഞ്ഞു. ഇതുവരെ ആ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചതായിട്ട് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പൊതുസമൂഹത്തിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? 284ഓളം നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾക്കായിട്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ നൽകിയിട്ട് അതിന്മേൽ അടയിരിക്കുകയല്ലാതെ എന്തെങ്കിലും ഒരു ചെറുകാര്യം സർക്കാർ ഈ കാര്യവുമായിട്ട് ചെയ്തിട്ടുണ്ടോ? ആ റിപ്പോർട്ട് അവർ പുറത്തുവിടാൻ അവർ തയ്യാറായിട്ടുണ്ടോ? അതാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, ഒപ്പം തന്നെ ഈ പറയുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രി 2006 MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു. ഈ മതമില്ലാത്ത ജീവൻ, അതൊക്കെ ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ട സംഭവങ്ങളാണ് അല്ലെ? അത് അന്ന് കത്തോലിക്ക സഭ മാത്രമല്ല മറ്റ് ഇതര മതസമൂഹങ്ങളും അതിശക്തമായിട്ട് അതിനെതിരെ എതിർത്തപ്പോൾ അവരത് പിൻവലിച്ചു. അത് മതനിരാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നുള്ളത് വീണ്ടും വീണ്ടും അതിലൂടെ തെളിയിക്കപ്പെടുകയാണ്. ഇനി വീണ്ടും ഈ നമ്മളുടെ വിവിധ മതസ്ഥരായിട്ടുള്ളവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഏകദേശം ഒരു 10-30,000-ത്തിനടുത്ത് അധ്യാപകർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ട് ശമ്പളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങളോടോ ക്രൈസ്തവരായിട്ടുള്ള ഈ മനുഷ്യരോടോ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിലൊക്കെ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഈ പ്രതിസന്ധികൾ അവസാനിക്കുകയല്ലായിരുന്നു. അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. ഇനിയും പറയാൻ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. തൽക്കാലം ഇവരുടെ ഒരു ഇരട്ടത്താപ്പും ഉണ്ട്. NSS മാനേജ്മെന്റിനോട് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ്, ക്രിസ്ത്യൻ മാനേജ്മെന്റിനോട് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ്. അത് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ ആയതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഓക്കെ. ഒപ്പം നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരാമർശിക്കാന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം ഈശോ സിനിമാ വിവാദം ഉണ്ടായപ്പോൾ ഈ സഖാക്കളുടെ നിലപാട് എന്തായിരുന്നു? കേരള സ്റ്റോറി വന്നപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു? ഒപ്പം തന്നെ പാലാപിതാവ് വലിയൊരു മുന്നറിയിപ്പ്, ഈ നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട് വലിയൊരു മുന്നറിയിപ്പ്, അത് പിന്നീട് ഈ വർഷങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ആ ഒരു പ്രവചനം അത് പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടു. അന്ന് പാലാപിതാവിനോട് ഇവർ സ്വീകരിച്ച നിലപാടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, അത് പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട്. അത് തീർച്ചയായിട്ടും അത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ്. അത് ഞാനൊന്ന് സൂചിപ്പിക്കാം. അവിടെ മതനീരാസമല്ല വിഷയം, മറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ പ്രീണന രാഷ്ട്രീയമാണ് അവിടെ വിഷയം. അത് ഇവിടെ ക്രൈസ്തവർക്കെതിരെ ഉള്ള ഒത്തിരി സിനിമകൾ ക്രൈസ്തവ സംവിധാനത്തെ, ക്രിസ്ത്യാനികളെ, അതേപോലെ അഭിമന്യ പിതാക്കന്മാരെ, വൈദികരെ, സന്യസ്തരെയൊക്കെ
വികലമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ വരുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനകത്ത് ഇടത് ഹാൻഡിലുകൾക്ക് അതിശക്തമായിട്ട് റോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊരു വശത്ത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പാലസ്തീൻ വിഷയം അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ട് പാർട്ടി സമ്മേളനത്തിലടക്കം എന്താണ് ഇൻഫിദാദ എന്ന് പറഞ്ഞ് അല്ലെ, ഇന്തിഫാദ എന്ന് പറഞ്ഞ് ഈ അറബി വസ്ത്രങ്ങൾ അടക്കം ധരിച്ചുകൊണ്ട്, എന്താണ് ഇതിന് പേര് പറയുന്നത്, കഫിയ ധരിച്ചുകൊണ്ട് വരെ പാർട്ടി സമ്മേളനം നടത്തിയ ആൾക്കാരാണ് ഇവര്. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് മരിച്ചു വീഴുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ, നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ, അസർബൈജാൻ പോലെയുള്ള രാജ്യങ്ങളിൽ, അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പല പാരമ്പര്യ ക്രൈസ്തവ നാടുകളിൽ, സിറിയ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്രൈസ്തവർ കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ട വരികയാണ്. അവരെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഇസ്ലാമിക ഭീകരവാദം. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഇന്നേ വരെ ഈ തീവ്ര ഇസ്ലാമിക ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അവര് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ നടക്കുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഒന്ന് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കൃത്യമായിട്ടുള്ള തെളിവ് ഇവിടെ വന്നിരിക്കുകയാണ്. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്നതിന്റെ പേരിലാണ് ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് എന്ന്. യഥാർത്ഥത്തിൽ ഇത് കൊല ചെയ്യപ്പെടുകയാണ്, ആത്മഹത്യ എന്നതിനെ വിളിക്കാൻ കഴിയല. ഇത്രയും കാലം ഇവിടെ ക്രൈസ്തവ സമൂഹം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇവിടെ പ്രണയത്തിന്റെ മറവിൽ പെൺകുട്ടികളെ മതം മാറ്റുന്നു, അതിനുശേഷം പലരെയും മറ്റ് പല കുൽസിത പ്രവർത്തികളിലേക്കുമായി നയിക്കുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്നത് തെളിവ് എവിടെ എന്നാണ്. ഇതിനു മുൻപ് നമ്മൾ ഓർക്കേണ്ടത്, ഇതിനു മുൻപ് പാമ്പ്ളാനി പിതാവിന് മുൻപ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അതിൽ കോൺഗ്രസ് നേതാക്കളും ഉണ്ട് കടന്നാക്രമിച്ച ഒരു അഭിമന്യ പിതാവാണ് അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ്, പാലാരൂപതയുടെ മെത്രാൻ. ഈ നാർക്കോട്ടിക് ജിഹാദിന്റെ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ഇവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അവർ ചോദിച്ചത് തെളിവ് എവിടെയെന്നാ. ഇപ്പോൾ ഇതാ തെളിവ് കിട്ടിയിട്ടുണ്ടല്ലോ. എന്തിനേറെ പറയുന്നു, ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു വാക്ക് പറഞ്ഞോ? ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വകുപ്പുകളിലാണ്. എന്താണ് ആ വകുപ്പെന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ എന്നാണ്. അതിനുപരിയായിട്ടുള്ള മറ്റൊരു തെളിവും പോലീസ് ഇതുവരെ ശേഖരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അവര് ക്രിസ്ത്യാനികളെ നന്നാക്കാൻ വരുന്നവരാണല്ലോ. ഇത് കൂടുതൽ ഇനിയും പറയാൻ ഒത്തിരി ഉണ്ട്. ഒരു കാര്യം കൂടി എനിക്കൊന്ന് പരാമർശിക്കാന്ന് വെച്ചാൽ, നമ്മുടെ ആ കോടഞ്ചേരി ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ തിരുവമ്പാടി മുൻ MLA ജോർജൻ തോമസ് ഈ പ്രണയക്കണിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അച്ഛനും കൃത്യമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജോർജൻ തോമസ് എന്ന് പറയുന്ന താമരശ്ശേരി രൂപതക്കാരനായിട്ടുള്ള ഈ വ്യക്തി വളരെ കൃത്യമായി അത് കോടഞ്ചേരിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ DYFI-കാരനായിട്ടുള്ള ഒരു മുസൽമാൻ രാത്രിക്ക് രാത്രി കടത്തിക്കൊണ്ടു പോയതിന്റെ ഭാഗമായിട്ടാണ് ആ വിഷയം ഉണ്ടായത്. അതില് കോടഞ്ചേരിയിലെ ക്രൈസ്തവ സമൂഹം വലിയ രീതിയിൽ അതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയ ഒരു കാലമുണ്ട്. എന്നിട്ട് ഈ പാർട്ടിയുടെ തന്നെ പിന്തുണയോടുകൂടി അവര് വിവാഹം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ വിഷയത്തിൽ സത്യസന്ധമായിട്ടുള്ള പ്രതികരണം നടത്തിയ ഈ ശ്രീ ജോർജൻ തോമസിനെ രാജിവെപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ആരാണ് ഇതിന് കാരണക്കാർ? കമ്മ്യൂണിസത്തിന്റെ ആദർശമാണ്. ഇവരാണ് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനായിട്ട് വരുന്നവർ. ഒരു കാര്യം കൂടി ഉണ്ട് വെച്ചാൽ, ഈ പ്രത്യേകിച്ച് ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ ഉയർത്തുന്ന ആരോപണമാണ് സഭയ്ക്ക് എപ്പോഴും ED-നെ പേടിയാണ്. ചില കേസുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാരണം ED-നെ പേടിയാണ്, അല്ലെങ്കിൽ CBI പേടിയാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിയാണ്. സഭയ്ക്ക് വലിയ രീതിയിലുള്ള സ്വത്തുക്കളുണ്ട്. നമുക്കറിയാം വഖഫിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഓർഗനൈസറിൽ വന്ന ലേഖനം, അതിനു മുമ്പ് ആ ലേഖനം അത്തരത്തിലുള്ള പരാമർശം എവിടെയാണ് വന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്.
ഒപ്പം തന്നെ ചില കേസുകളെ സഭാപിതാക്കന്മാർക്ക് പേടിയാണ്. സഭാ സ്വത്തുക്കൾ ഈ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്നും കിട്ടിയ കുറേ കണ്ടമാനം കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇന്ത്യയിലെമ്പാടുമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. വളരെ ഇത്തരത്തിലുള്ള വളരെ ഹീനമായിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില BJP അനുകൂല നിലപാടുകൾ, പ്രസ്താവനകൾ പിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന്, സമുദായ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന ആരോപണം, പരാമർശം കൂടി പല ചാനൽ ചർച്ചകളിലും പല രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി. ഈ രാജ്യത്ത് അത്യാവശ്യം വിവരവും ബോധവും പൊതുസമൂഹത്തിന് നൽകിയ ഒരു വിഭാഗമാണ്, വിദ്യാഭ്യാസത്തിലൂടെ നൽകിയ ഒരു വിഭാഗമാണ് ക്രൈസ്തവർ. ഈ ക്രൈസ്തവരെയാണോ ഇവർ പറ്റിക്കാൻ നോക്കുന്നത്? അല്ലെങ്കിൽ ക്രൈസ്തവരുടെ നേതൃത്വത്തെയാണോ ഇവർ പറ്റിക്കാനും ഭീഷണിപ്പെടുത്താനും നോക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ വഖഫ് ആക്ട് എന്തിന്റെ പേരിൽ വന്നുവെന്നും അതുപോലെ തന്നെ ദേവസ്വം ആക്ട് എന്തിന്റെ പേരിൽ വന്നുവെന്നും അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ദേവസ്വം ആക്ട് ഇവിടെ വരുന്നതിന് കാരണം ഇവിടെ രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂസ്വത്തും അമ്പലങ്ങളും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജഭരണം ജനാധിപത്യത്തിലേക്ക് വഴിമാറിയപ്പോൾ രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്തുക്കളും അമ്പലങ്ങളും ഇനി നോക്കി നടത്താൻ ആളില്ലാതെ വന്നപ്പോൾ സർക്കാർ അത് ഏറ്റെടുക്കുകയും ഹൈന്ദവ സമുദായത്തിന് വേണ്ടി സർക്കാർ ആ സ്വത്തുവകകൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായപ്പോഴാണ് ഇവിടെ ഈ ദേവസ്വം ആക്ട് ഉണ്ടായത്. വഖഫ് എന്ന് പറയുന്നത് എന്താണ്? വഖഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ വഖഫ് എന്ന് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന പ്രോപ്പർട്ടികളിൽ മേൽ വഖഫ് ബോർഡിന് അധികാരം നൽകിക്കൊണ്ട് അവരൊരു നിയമം കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കത്തോലിക്ക സഭയുടെ, ക്രൈസ്തവ സമൂഹങ്ങളുടെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇവർ ഈ പറയുന്ന ഓർഗനൈസറിൽ വാർത്ത വന്നുവെന്നാണ് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2024 നവംബർ 8-ാം തീയതി സുപ്രഭാതം പത്രത്തിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അതിന്റെ ഹെഡിങ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫിനല്ല മറിച്ച് കത്തോലിക്ക സഭയ്ക്ക് എന്ന് പറഞ്ഞാണ് ആ ലേഖനം വന്നത്. അപ്പോൾ ആ ലേഖനം പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ച കാര്യം, വഖഫിനല്ല ഇന്ത്യയിൽ ഭൂരിഭാഗം സ്വത്തുള്ളത്, മറിച്ച് അത് കത്തോലിക്ക സഭയുടെ കീഴിലാണെന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അതിനുശേഷം ആണ് ഓർഗനൈസർ ഇതേ സംഭവം തന്നെ എടുത്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഓർഗനൈസറിന്റെ തിങ്കിങ് ടാങ്ക് ആയിട്ടുള്ള RSS അടക്കമുള്ള സംവിധാനം ക്രൈസ്തവർക്ക് എപ്രകാരമാണോ എതിരായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ എതിരാണെന്ന് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിയില്ലേ ഈ സുപ്രഭാതം പത്രത്തിന്റെ തിങ്കിങ് ടാങ്ക് ആയിട്ട് നിൽക്കുന്നവര്? അപ്പൊ സുപ്രഭാതം പത്രത്തിന്റെ തിങ്കിങ് ടാങ്ക് ആയിട്ട് നിൽക്കുന്നവരോട് ഈ ക്രൈസ്തവർക്ക് ഒരു മൃദു സമീപനം പുലർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, അവരെ സ്നേഹത്തോടു കൂടെ പരിഗണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഓർഗനൈസറിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളോടും ക്രിസ്തീയമായിട്ടുള്ള സ്നേഹം പുലർത്താൻ ക്രൈസ്തവർക്ക് യാതൊരു മടിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വം പറയുന്നത് പോലെ എതിര് നിൽക്കുന്നവനെ കൊല്ലാനല്ല ക്രിസ്തു പഠിപ്പിച്ചത്, മറിച്ച് എതിര് നിൽക്കുന്നവനെയും സ്നേഹിച്ചു കൂടെ നിർത്താനാണ് പഠിപ്പിച്ചത്. ഈ സ്നേഹം ഒരുപക്ഷെ മറ്റുള്ളവരെയും കൂടുതൽ ബോധ്യമുള്ളവരാക്കി തീർക്കും എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പഠനം തന്നെ. നമ്മൾ എപ്പോഴും മറ്റ് വിഭാഗങ്ങളോട് ഡയലോഗിൽ ഏർപ്പെടണമെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ഡയലോഗിനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഈ പലരുടെയും തീവ്ര നിലപാടുകൾക്ക് ഒരു ശാന്തത കൊണ്ടുവരും എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ലല്ലോ. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന അതിതീവ്രമായിട്ടുള്ള ക്രൈസ്തവ വിരുദ്ധ ആശയത്തിന് ഇങ്ങോട്ടും അങ്ങോട്ടും ക്രൈസ്തവരോടും ക്രൈസ്തവർക്ക് കമ്മ്യൂണിസ്റ്റുകാരോടും ഒരു മൃദു സമീപനം പുലർത്താൻ കഴിഞ്ഞെങ്കിൽ അത് ഈ രണ്ട് വിഭാഗങ്ങളുടെയും ഒരു ആദർശങ്ങൾ എന്താണെന്ന് പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇരു കൂട്ടരിലും നന്മയുണ്ടെന്ന് പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെല്ലാവർക്കും സാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ ഇതിനകത്ത് മറക്കരുത്. പക്ഷെ നമ്മൾ ഈ സ്ഥലത്തിന്റെ കാര്യം പറയുമ്പോൾ വെച്ചാൽ ഇത് ഇപ്പൊ സഭയുടെ കയ്യിൽ സ്വത്തുക്കളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, വസ്തുവകളുണ്ട്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതൊന്നും ഒരു മെത്രാനോ അല്ലെങ്കിൽ ഒരു വൈദികനോ ഒരു അൽമായനോ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്വത്തുക്കളല്ല. ഈ സ്വത്തുകളിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, ആതുരാലയങ്ങളിലൂടെ ഇവിടെ ജാതി മത വർഗ ഭേദമന്യേ അനേകർക്ക് നന്മ ചെയ്യുന്ന സംവിധാനങ്ങളാണ് അവ. അതൊന്നും ഈ കൂട്ടർ ഓർക്കുന്നില്ല അല്ലെങ്കിൽ സൗകര്യപൂർവ്വം തമസ്കരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ വഖഫിന്റെയും അതേപോലെ തന്നെ ദേവസ്വത്തിന്റെയും നിയമങ്ങളുടെ പിന്നിൽ കിടക്കുന്നത് അനാഥത്വമുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളാണ്. കത്തോലിക്ക സഭയുടെ കീഴിൽ ഉള്ള ഒരു സ്ഥലവും അനാഥമായിട്ട് കിടക്കുന്നില്ല. അത് ഒന്നുകിൽ രൂപതകളുടെ കീഴിലുണ്ട്,
അല്ലെങ്കിൽ അത് ഏതെങ്കിലും സന്യാസ ഭവനങ്ങളുടെ കീഴിലുണ്ട്, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിലാണുള്ളത്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥലം കത്തോലിക്ക സഭയുടെ കീഴിലാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നവര് ഈ കാര്യം ഒന്ന് മനസ്സിലാവും. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തോ ദാനം കിട്ടിയെന്നാ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ തെളിയിക്കട്ടെ. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് കത്തോലിക്ക സഭയ്ക്ക് എന്ത് സ്വത്തുവകകളാണ് കിട്ടിയതെന്ന് അവർ തെളിയിക്കട്ടെ. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അത് പട്ടയമുള്ള ഭൂമിയാണ്, കാശ് കൊടുത്തിട്ടുള്ള ഭൂമി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഉറപ്പുണ്ട്. പിന്നെ ED കാണിച്ച് പേടിപ്പിക്കുന്നു, അതുകൂടി ഞാനൊന്ന് പറയാം. ഈ ഇന്ത്യയിലെ നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ പള്ളികളിൽ ഓരോ മാസവും പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് വിലയിരുത്താൻ കഴിയുന്ന രീതിയിൽ പാരിഷ് കൗൺസിൽ യോഗങ്ങളിൽ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഓരോ പള്ളിക്കും കൃത്യമായിട്ടുള്ള ഗവൺമെന്റ് ഓഡിറ്റർ ഉണ്ട്. ഗവൺമെന്റ് ഓഡിറ്റർ കൃത്യമായി മാറി വരുന്ന നിയമങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് പറഞ്ഞ് തന്ന് അതത് പള്ളികളിലെ അക്കൗണ്ടൻസിന്റെ അടുത്ത് കൃത്യമായിട്ട് അതിന്റെ നിയമങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വർഷാവർഷം കൃത്യമായിട്ടുള്ള ഗവൺമെന്റ് ഓഡിറ്റുകൾ നമ്മളുടെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും നടത്തുന്നുണ്ട്. പിന്നെ എന്താണ് ED കാണിച്ച് പേടിപ്പിക്കുക എന്ന് പറയുന്നത്? ഇനി ഏതെങ്കിലും EDക്ക് സംശയത്തിന്റെ പേരിൽ അന്വേഷിക്കാൻ തോന്നിയാൽ അവർ വന്ന് അന്വേഷിച്ചിട്ട് അവർ പോവുകയുള്ളൂ. അതിനപ്പുറം കത്തോലിക്ക സഭയിൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. കാരണം നിയമം വിട്ട് കത്തോലിക്ക സംവിധാനം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതേസമയം ഞാൻ മറ്റൊരു കാര്യം എനിക്ക് തിരിച്ചു പറയാനുള്ളത്, ഇവിടെ ചില പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഈ സാമ്പത്തിക തട്ടിപ്പ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില വലിയ വിഷയങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അവരെയും ED വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരെ എന്തുകൊണ്ടാണ് ED പിടിക്കാതെ പോയത് എന്ന ചോദ്യം അവശേഷിക്കുമ്പോൾ അതിന് പിന്നിൽ അവർക്ക് ഈ RSS ബാന്ധവം ശക്തമായിട്ട് അന്തർധാര സജീവമാണോ എന്ന് സംശയിച്ചു പോയാൽ നമ്മളെ ആരെയും തെറ്റു പറയാൻ പറ്റിയല്ല എന്ന് കൂടി ഞാനൊന്ന് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് പറഞ്ഞത് വ്യക്തമാണെന്ന് വിചാരിക്കും. വ്യക്തമാണ് സാർ. നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ പിതാവിനെതിരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ പാമ്പ്ലാനി പിതാവ് ഒരു പ്രതീകമാണ്, ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതീകമാണ്. അപ്പോൾ പിതാവിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന്, മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു. പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന തരത്തിൽ ഉള്ള ഒരു മിഥ്യാധാരണ സമുദായത്തിന്റെ ഉള്ളിലേക്ക് വരെ കടന്നു കയറിയിരിക്കുന്നു, സഭാംഗങ്ങളുടെ ഉള്ളിലേക്ക് വരെ കടന്നു കയറിയിരിക്കുന്നു. ഇത്തരത്തിൽ അഭിമന്യ പിതാക്കന്മാർ ആക്രമിക്കപ്പെടുമ്പോൾ അത് നീതി പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിന്നതിന്റെ പേരിൽ അഭിമന്യ പിതാക്കൻ, ഞാൻ പാമ്പ്ലാനി പിതാവിന്റെ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കല്ലറങ്ങാട്ട് പിതാവിന്റെ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ആക്രമിക്കപ്പെടുമ്പോൾ വളരെ ശക്തമായിട്ടൊരു ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം നമ്മുടെ സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താണ്? സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ, അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അകത്ത് ഒരു അജണ്ട കൂടിയുണ്ട്. സഭാ നേതൃത്വം വിശ്വാസ സമൂഹവും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ പിതാക്കന്മാരെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ BJPയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നാക്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ മൈലേജ് കിട്ടും. കാരണം എന്താ, നമ്മളുടെ വിശ്വാസ സമൂഹം ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റുകാരോട് കൂടുതൽ അനുഭാവം പുലർത്തുന്നവർ ഭൂരിപക്ഷമുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കാലം അത്രയും ഇടതു വലത് രാഷ്ട്രീയ ചേരികളുടെ അടിമകൾ പോലെ നിന്നവരാണ് ക്രൈസ്തവ സമുദായം. അത് സത്യമാണ്, അല്ലെ? അതിനകത്തൊരു സംശയമില്ല. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഈ കഴിഞ്ഞ കാലങ്ങളിൽ സമുദായ ബോധമുള്ള ആളുകളുടെ എണ്ണം അതിരൂക്ഷമായിട്ട് വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ സമുദായത്തിനകത്ത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ അവകാശങ്ങളിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതി, വിവേചനം, സംവരണ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതി, വിവേചനം, ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നവരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുപാതം 80:20 എന്ന രീതിയിലേക്ക് വിതരണം ചെയ്യുന്ന സാഹചര്യത്തെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിൽക്കലിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തതിന് ശേഷം ആ വിധി ജനസംഖ്യാനുപാതികമായി 60-40 എന്ന അനുപാതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വിധി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം കാലാകാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന ഒരു അനീതിയെക്കുറിച്ച് ബോധവാന്മാരായി. ഒരു വശത്തത്,
അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നറിയോ? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രൈസ്തവർക്ക് ഇതേപോലെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു രീതി വന്നപ്പോൾ മാത്രമാണ് ഇവിടെ എല്ലാ പാർട്ടികളുടെ യോഗം ചേർന്ന്, അതിനെന്തോ ഒരു പേര് പറയുമല്ലോ, സർവ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് യോഗം ചേരുന്ന സർവകക്ഷി യോഗം. ഈ സർവകക്ഷി യോഗം ചേർന്നിട്ട് എന്ത് തീരുമാനമാണ് എടുത്തതെന്നറിയോ? ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ കൊടുക്കുന്ന ടാക്സ് മേടിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ചേർന്ന് സർക്കാരിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ അനീതിയുടെ മേൽ നമ്മളെ ചൂഷണം ചെയ്യുന്നത് കാണുമ്പോൾ അത് സഹിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുകയില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാനൊന്ന് പറയാം. കാലാകാലങ്ങളായി ക്രൈസ്തവ സമൂഹം ലത്തീൻ വിഭാഗം ഒഴികെയുള്ള അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് പരിഗണിച്ചിരിക്കുന്ന ക്രൈസ്തവരിലെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമൂഹം ഒഴികെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർക്ക് ഇവിടെ ഒരു സംവരണത്തിന്റെ സാധ്യത ഉണ്ടായിരുന്നില്ല. BR അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ ശില്പികൾ ഈ രാജ്യത്ത് ആദ്യത്തെ 15 വർഷം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള 15 വർഷത്തേക്ക് മാത്രമായിട്ട് നിലനിർത്തിയിരുന്ന ജാതി സംവരണം ഈ കാലം അത്രയും തുടരുമ്പോൾ ഇവിടെ സംവരണരഹിതരായിട്ടുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർക്കും ഇവിടെ സർക്കാർ ജോലി മേഖലകളിലേക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ പ്രവേശിക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ 2019 ഈ BJP സർക്കാർ ഇവിടെ EWS എന്ന് പറയുന്ന എക്കണോമിക്കൽ വീക്കർ സെക്ഷൻസ് റിസർവേഷൻ എന്ന് പറയുന്ന പേരിൽ ഒരു സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. ഒത്തിരി ക്രിസ്ത്യാനികൾ അതിന്റെ ഗുണഭോക്താക്കളാകുന്നുണ്ട്. അപ്പോ കാലാകാലങ്ങളായി ഇടത് വലത് രാഷ്ട്രീയ ചേരികൾ ഒരിക്കലും പരിഗണിക്കാതിരുന്ന ഒരു സംവരണ വിഷയത്തെ ഒരു സർക്കാർ, ഒരു മൂന്നാം മുന്നണി ആ സംവരണത്തെ ക്രൈസ്തവർക്ക് അനുകൂലമായി കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾ അതൊരു നന്മയാണെന്ന് കണ്ടു. നന്മയെ നന്മയായിട്ട് കാണാൻ നമുക്ക് കഴിയണം. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയമാണ്. ഇപ്പോ നമ്മൾ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വെക്കണം. ഇവരെപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയാൽ മതിയോ, നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് പലപ്പോഴും ചിരി വരാറുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സൗത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്, സെൻട്രൽ നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്, ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്. അതിൽ തന്നെയും കേരളത്തിന്റെ രാഷ്ട്രീയം മറ്റ് സൗത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നിന്ന് നന്നേ വ്യത്യസ്തമാണ്. ഇവിടെ ഒരു പരിധി വരെ എല്ലാ മതസമൂഹങ്ങളും സമുദായങ്ങളും ഒരേ രാഷ്ട്രീയ ശക്തി പോലെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളെയും രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തീവ്ര മത രാഷ്ട്രീയം എന്ന് നമുക്ക് വാദിക്കാൻ കഴിയാതെ. പക്ഷേ സെൻട്രൽ നോർത്ത് ഇന്ത്യയിലെ സ്ഥിതി അതല്ല. അവിടെ കാലങ്ങളായി ഹിന്ദുത്വ രാഷ്ട്രീയം നിലനിൽക്കുകയാണ്. ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹൈന്ദവ ചിന്ത അതിശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ്. അത് BJP ശക്തിപ്പെടുന്ന കാലത്ത് മാത്രമല്ല, അതിനു മുൻപും ഇതേ ഹിന്ദുത്വ രാഷ്ട്രീയം നോർത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ട് നിൽക്കുന്ന ഒരു ജാതി വ്യവസ്ഥതയുണ്ട്. ഈ ക്രൈസ്തവ മിഷണറിമാർ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്ന വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവരെ സാമൂഹികമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഈ മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അവരുടെ അടിമകളായിട്ട് കഴിയുന്ന ഈ കീഴ്ജാതിക്കാരായിട്ടുള്ള ഹിന്ദുക്കളെ അവർക്ക് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് മാറ്റപ്പെടണം. അത് മാറ്റപ്പെടാൻ എന്താ വഴി? ക്രൈസ്തവർ ഈ പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കരുത്. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ള ഈ ഹൈന്ദവരുടെ, തീവ്ര ഹൈന്ദവരുടെ ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരതത്തിൽ ക്രൈസ്തവർ നോർത്ത് ഇന്ത്യയിൽ പീഡിപ്പിക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണോ, 15 വർഷത്തിനിടയിലാണോ, അതോ 20 വർഷത്തിനിടയിലാണോ? ഈ ഗ്രഹാം സ്റ്റെയിന്റെ കാലം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ BJP സർക്കാർ ആണോ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികായന്മാരായിട്ട് നിന്നിരുന്നത്, അതോ കോൺഗ്രസ് രാഷ്ട്രീയമായിരുന്നു? എന്തുകൊണ്ടാണ് അന്ന് കേന്ദ്ര ഗവൺമെന്റ് അതിശക്തമായിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സ്വത്വരമായിട്ടുള്ള നടപടികൾ അതികാർക്കശ്യ സ്വഭാവത്തോടു കൂടി സ്വീകരിച്ചില്ല? അത്തരം വിഷയങ്ങൾ, അതെ, കണ്ടമാൽ കലാപത്തിന്റെ കാലഘട്ടത്തിൽ
ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അത്തരം ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല? ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഇവിടെയുള്ള BJP-ക്കാരും രക്ഷിക്കാൻ പോകുന്നില്ല, ഇവിടെയുള്ള ഇടത് വലത് രാഷ്ട്രീയക്കാരും രക്ഷിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികൾ രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സ്വത്വബോധവും കൂട്ടായ്മയും ഉണ്ടാകണം. സമുദായ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണം അവർക്കുണ്ടാകണം. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് തങ്ങളെ രക്ഷിക്കുമെന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ക്രിസ്ത്യാനികളോട് ഈ പറയുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹം തോന്നാൻ ഒരു കാരണം എന്താണെന്നറിയോ? ക്രിസ്ത്യാനികൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇടത് വലത് രാഷ്ട്രീയ സഖ്യത്തിനപ്പുറം ഒരു മൂന്നാം മുന്നണിക്ക് സാധ്യത തെളിയുന്നു എന്ന് കണ്ടാണ്. അതായത് നിയമസഭയിൽ ഇക്കാലം അത്രയും ക്രിസ്ത്യാനികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്ത ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് അവരെ ചോദ്യം ചെയ്യാൻ ക്രിസ്ത്യാനികളുടെ സഹകരണത്തോടെ മറ്റൊരു രാഷ്ട്രീയ കക്ഷി ഇവിടെ നിയമസഭയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അത് തെറ്റാകില്ല എന്ന് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ചിന്തിച്ചു പോയാൽ അതിനെ കുറ്റം പറയാൻ കഴിയൂ? യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഇടതു വലത് രാഷ്ട്രീയ ചേരികൾ അഭിമന്യ പിതാക്കന്മാരെ വട്ടമിട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? ഈ ഭയമാണ്. അതായത് സഭയുടെ നേതൃത്വം മാറി ചിന്തിച്ചാൽ, സഭയുടെ നേതൃത്വം മറ്റൊരു മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് അടിസ്ഥാനപരമായി നഷ്ടമുണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ് എന്ന് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കറിയാം. അതുകൊണ്ട് അതിനൊരിക്കലും അനുവദിക്കാതിരിക്കാൻ ഈ സഭയിലെ നേതൃത്വത്തെയും വിശ്വാസ സമൂഹത്തെയും രണ്ട് തട്ടിൽ നിർത്താൻ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. അതിന്റെ ഭാഗമാണ് ഈ അഭിമന്യ പാമ്പ്ളാനി പിതാവിനെയും അതേപോലെയുള്ള സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന പിതാക്കന്മാരെയും നിരന്തരം ക്രൂശിക്കുന്നതിന് കാരണമെന്ന് ഒന്ന് വിലയിരുത്തി പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഈ CPM ഹാൻഡിലുകളിൽ നിന്ന് അല്ലെങ്കിൽ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ഒരു വാദഗതിയുണ്ട്. അതായത് ക്രൈസ്തവ സമുദായ നേതൃത്വത്തിൽ നിന്ന് സമുദായ അംഗങ്ങൾ അകലുന്നു, അല്ലെങ്കിൽ സമുദായ നേതൃത്വത്തിൻ്റെ അതേ നിലപാടല്ല പല വിഷയങ്ങളിലും സമുദായ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ പറയുന്ന ഛത്തീസ്ഗഡ് വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അത്തരം പ്രസ്താവനകൾ, അതിൻ്റെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ആ ഒരു വാദഗതി നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? അതിനുള്ള അച്ഛൻ്റെ മറുപടി. നോക്കൂ, ഇത് മറ്റൊരു പ്രചരണം ഇവിടെ അഴിച്ചുവിടുകയാണ്. സഭയിൽ അഭിമന്യ പിതാക്കന്മാർക്കിടയിൽ അസ്വസ്ഥതകളും നീരസങ്ങളുമാണെന്ന് ഉള്ള രീതിയിൽ. അതിന്റെ പശ്ചാത്തലമായിട്ട് അവർ പറയുന്നത് അഭിമന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് പത്രപ്രസ്താവന നടത്തിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അഭിമന്യ പിതാവിനോട് പത്രക്കാർ ചോദിക്കുകയാണ്, എന്താണ് സഭയുടെ നിലപാട്? അഭിമന്യ പാമ്പ്ളാനി പിതാവ് പറഞ്ഞ നിലപാട് സഭയുടെ നിലപാടാണോ എന്ന് ചോദിച്ചപ്പോൾ പോളി പിതാവ് വളരെ കൃത്യമായിട്ട് അതിന് മറുപടി നൽകുന്നുണ്ട്. സഭയുടെ പിതാവ് രണ്ട് തരത്തിലാണ് സഭയുടെ നിലപാട് വ്യക്തമാക്കുക. ഒന്ന്, അത് KCBC തലത്തിൽ നിന്ന് അത് വ്യക്തമാക്കും. സീറോ മലബാർ സിനഡിന്റെ തലത്തിൽ നിന്ന് സീറോ മലബാർ സഭ ഔദ്യോഗികമായിട്ട് അത് വ്യക്തമാക്കും. ആ രണ്ട് നിലപാടുകളും വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ സഭയിൽ മറ്റാരെങ്കിലും വ്യക്തിപരമായിട്ട് അത് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു പക്ഷേ സഭയുടെ നിലപാടെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല, വ്യക്തിപരമായിട്ടുള്ള നിലപാടാണെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തെ വളരെ തെറ്റായി വ്യാഖ്യാനിച്ച് പോളി പിതാവ് പാമ്പ്ളാനി പിതാവിന് എതിരാണെന്ന് പ്രസ്താവിക്കുന്ന മാധ്യമങ്ങളുടെ അജണ്ട എത്ര ഹീനമായിട്ടുള്ള അജണ്ടയാണെന്നുള്ളത് തിരിച്ചറിയണം. സാധിക്കുമെങ്കിൽ അഭിമന്യ പിതാവ് പറയുന്ന ആ പത്രപ്രസ്താവന ഒന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം ഈ വാർത്ത ഇങ്ങനെ വിവാദമാക്കിയപ്പോൾ അഭിമന്യ പിതാവ് തന്നെ ഒരു പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നതുമുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ പാമ്പ്ളാനി പിതാവ് പരസ്യമായിട്ട് പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കൊക്കെ നന്ദി പറയുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായം? അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഞാൻ KCBCയുടെ ഉപാധ്യക്ഷനാണ്. KCBCയുടെ നിലപാട് ക്ലിമിസ് പിതാവ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ നിലപാട് റാഫേൽ പിതാവും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ വ്യക്തികൾ പറയുന്നതിനെക്കുറിച്ച് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഞാൻ തയ്യാറല്ല.
അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സ്വാഭാവികമായിട്ട് പിതാക്കന്മാർ ഒരു കൂട്ടായ്മ പൊതുവെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ വ്യത്യസ്തമായൊരു അഭിപ്രായമായിട്ട് ഉയർന്നു വന്നിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ സാന്ദർഭികമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാകാം. പക്ഷേ സഭയുടെ നിലപാട് കൃത്യമായിട്ട് KCBCയുടെ നിലപാട് ക്ലെമീസ് പിതാവ് സൂചിപ്പിച്ചു. ഇപ്പോൾ പാമ്പ്ലാനിയുടെ നിലപാടല്ല KCBCയുടെ നിലപാട്. അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അത് കൃത്യമായിട്ട് KCBCയുടെ നിലപാട് ക്ലെമീസ് പിതാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ നിലപാട് റാഫേൽ പിതാവും സൂചിപ്പിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തർ പറയുന്നതിനെക്കുറിച്ച്, അത് അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയുന്നതിനെക്കുറിച്ച് ഞാൻ യോജിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നു. ഇരിങ്ങാലക്കുട രൂപത ഒരു ഇടയലേഖനം ഇറക്കുകയും അത് ഇന്ന് ഇടവകളിൽ വായിക്കുകയും ചെയ്തപ്പോൾ ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും ചോദിക്കുന്നു, ജാമ്യം കിട്ടിയില്ലേ, ഇനി ഇതെല്ലാം നിർത്തിക്കൂടെ? അതുപോലെ തന്നെ നൽകിയ വൈറ്റിനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ ചിത്രീകരിച്ച് സഭാ മേലധ്യക്ഷന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നൽകുവാൻ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതിന്റെ പുറകില് എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭിന്നിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് സഭയ്ക്കുള്ളില് എന്ന് ചിത്രീകരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. സഭാംഗങ്ങള്, അത് ക്രൈസ്തവ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്രകാരമുള്ള എല്ലാ തിന്മകൾക്കുമെതിരെ പടപൊരുതും എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായി കാണും. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഇവര് പലപ്പോഴും തെറ്റിദ്ധരിക്കുകയാണ് സഭയ്ക്കകത്ത് നിന്ന് ഈ പാമ്പ്ലാനി പിതാവിനെ വിമർശിച്ചവരുണ്ട് എന്ന്. ആരാ സഭയ്ക്കകത്ത് നിന്ന് പാമ്പ്ലാനി പിതാവിനെ വിമർശിച്ചതെന്ന് പൊതുസമൂഹം ഒന്ന് അറിയട്ടെ. ഒരാള് അഭിനവ ചെഗ്വേര എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജാക്കോബൈറ്റ് സഭയുടെ ഒരു അധ്യക്ഷൻ ഹൂറിലോസ് തിരുമേനിയാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നിരന്തരം എവിടെയൊക്കെ സഭ ആക്രമിക്കപ്പെടുന്നോ അവിടെയൊക്കെ ഈ ലെഫ്റ്റിസ്റ്റ് അജണ്ടകൾക്ക് കുഴലൂത്ത് നടത്തുന്ന രീതിയിൽ അദ്ദേഹം നിരന്തരമായിട്ട് പ്രതികരണങ്ങളുമായിട്ട് വരാറുണ്ട്. അദ്ദേഹത്തിന് ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത തന്റെ സമുദായ അംഗങ്ങളോട് ഉണ്ട് എങ്കിൽ ഈ പാമ്പ്ലാനി പിതാവിനെ വിമർശിക്കാൻ കാണിക്കുന്ന ഈ ഒരു ധൈര്യം അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട സോന എന്ന് പറയുന്ന പെൺകുട്ടി നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. അവിടെ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താനുള്ള ധൈര്യം ഇദ്ദേഹം കാണിക്കട്ടെ. പിന്നെ പ്രതികരണം നടത്തുന്നത് ആരാണെന്നറിയോ? സഭ സസ്പെൻഷൻ നൽകി ഇപ്പോൾ കുറ്റാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അജി പുതിയാപറമ്പിൽ എന്ന വ്യക്തി, പിന്നെ വിമത പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പോൾ തേലക്കാട്ട്, അതേപോലെ തന്നെ ഒരു ജെയിംസ് പനവേലി. ഇവര് 3 പേരും അല്ലെങ്കിൽ ഇവര് 4 പേരുമാണോ സഭയുടെ പ്രതിനിധികളായിട്ട് ഈ മാധ്യമങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ എടുത്തു വെക്കാനുള്ളത്? അങ്ങനെയെങ്കിൽ അവരോട് പറയാനുള്ള ഉത്തരം, അവരാരും സഭയുടെ പ്രതിനിധികളല്ല എന്നുള്ളതാണ്. സഭയ്ക്ക് ഔദ്യോഗികമായി ഏതൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സഭയുടെ ഔദ്യോഗിക വക്താക്കളുണ്ട്. KCBCക്കും സീറോ മലബാർ സഭയ്ക്കും അത്തരം വക്താക്കളുണ്ട്. അവരെന്താണ് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ സഭയുടെ നിലപാട് എന്താണെന്ന് അവരുടെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. ഇനി സഭയ്ക്ക് കൃത്യമായിട്ടുള്ള നേതൃത്വങ്ങളുണ്ട്. ആ നേതൃത്വം വളരെ കൃത്യമായി ഇതിൽ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അത് ചില അജണ്ടകൾ വീണ്ടും അവർക്ക് സാധ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജോർജി, അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അഭിമന്യ പിതാക്കന്മാരെ പാഠം പഠിപ്പിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പരിശ്രമിക്കേണ്ട. ഞങ്ങളുടെ പിതാക്കന്മാരുടെ മക്കളാണ് ഞങ്ങൾ. ആ നല്ല അപ്പന്മാർ ഞങ്ങൾക്കുള്ളത് കൊണ്ട്, ഞങ്ങൾ നല്ല മക്കളാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അതിശക്തമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണം ഈ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരെയും ഉറക്കിക്കൂടി ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ കേരളത്തിലെ
രാഷ്ട്രീയ സാഹചര്യത്തെ അവർ മാത്രം വിലയിരുത്തിയാൽ പോരാ, മറിച്ച് ക്രൈസ്തവ സമുദായത്തിനും രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്താൻ അറിയാം. ക്രൈസ്തവ സമുദായത്തിന്റെ നേതാക്കൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് വിലയിരുത്താൻ അറിയാം എന്നുള്ള കാര്യവും കൂടി അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഭിമന്യ പിതാക്കന്മാരെ അവര് തമ്മിൽ സൗഹൃദമില്ല എന്നും അവര് വ്യത്യസ്ത ചേരികളിലാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഇനിയെങ്കിലും വാർത്തകൾ നൽകുമ്പോൾ, അഭിമന്യ പിതാക്കന്മാരുടെ ബൈറ്റുകൾ എടുക്കുമ്പോൾ അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ബൈറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന മാധ്യമ ധാർമ്മികത കാണിക്കണമെന്ന് കൂടി സ്നേഹത്തോടു കൂടെ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ED പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വത്തുവകകൾ നഷ്ടപ്പെടും എന്ന് പേടിച്ചുകൊണ്ട് നിലപാടെടുക്കേണ്ട, പ്രസ്താവന ഇറക്കേണ്ട ഗതികേടൊന്നും കേരളത്തിലെ സഭാ നേതൃത്വത്തിനില്ല, സമുദായത്തിനില്ല. അഭിമന്യ പാമ്പ്ളാനി പിതാവിനെ അവസരവാദി എന്ന് വിശേഷിപ്പിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ നിലപാടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഷയങ്ങളിൽ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുത്ത നിലപാടുകളിൽ നിന്നും വളരെ വ്യക്തമാണ് ആരാണ് അവസരവാദി എന്നുള്ളത്. മാത്രമല്ല JB കൊച്ചി കമ്മീഷൻ, വന്യമൃഗ ശല്യം, കുട്ടനാടിലെ പ്രശ്നങ്ങൾ, മുനമ്പം വിഷയം, വിഴിഞ്ഞം വിഷയം, അങ്ങനെ അനവധി വിഷയം, 80-20 പോലുള്ള വിഷയങ്ങളിൽ ഇവർ സ്വീകരിച്ച നിലപാടിലെ ഇരട്ടത്താപ്പും കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ്. അതിനാൽ പറയേണ്ട കാര്യങ്ങൾ മുഖത്തു നോക്കി പറയാനുള്ള നട്ടല്, ആർജവം ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനുണ്ട്. അത് കോൺഗ്രസിനോടായിക്കോട്ടെ, CPM-നോടായിക്കോട്ടെ, BJP-യോടായിക്കോട്ടെ. കോൺഗ്രസിനോട് നന്ദി പറയും, കോൺഗ്രസിനെ ചിലപ്പോൾ വിമർശിക്കും. CPM-നോടും നന്ദി പറയും, CPM-നെ ചിലപ്പോൾ വിമർശിക്കും. BJP-യോടും നന്ദി പറയും, BJP-യും വിമർശിക്കും. അതെല്ലാം വിഷയാധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നട്ടലോടുകൂടി ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന അഭിമന്യ പിതാക്കന്മാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രത്യേക ചർച്ചാ പ്രോഗ്രാം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഈ വിഷയങ്ങളിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകൾ, മറുപടികൾ, നിരീക്ഷണങ്ങൾ അറിയിച്ച ഫാദർ സബിൻ തുമ്മുളിൽ അങ്ങേക്ക് നന്ദി.